ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ മോർണിംഗ്. ഇന്ന് അവധിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുത്തെ പാർലറിലെ ചേച്ചീനെ വിളിച്ചിട്ട് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഹെയർ കെയർ ചെയ്യാനായിട്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 6 മാസത്തിലൊരിക്കൽ മാത്രമേ ഞാൻ അവിടെ പോയിട്ട് ഈ പരിപാടി ചെയ്യത്തുള്ളൂ. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ അതിലും കൂടുതലാവും. അങ്ങനെ ഒത്തിരി തിരക്കുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് പോസ്റ്റ്പോൺ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എൻ്റെ മുടിക്കായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. പാക്സ് ഒന്നും തന്നെ ഇടാറില്ല. അത് അത് നിന്നോളും. അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണിത്. ഞാൻ വേറൊരു പാർലറിലും പോയി ഇത് ചെയ്യാറുമില്ല. എൻ്റെ തല ഞാൻ ആകെ വിശ്വസിച്ച് കൊടുക്കുന്നത് മീന ചേച്ചിയുടെ അടുത്താണ്. മിന്നൂസ് എന്ന് പറയുന്ന നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ പാർലറാണ്. ചേച്ചി ഹാസ് ഓൾ ദ പൊട്ടൻഷ്യൽസ് ടു എന്താ പറയുക, ഒരു വലിയ ഒരു പാർലറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോകാനൊക്കെ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ആളാണെങ്കിലും ഷീ ഫാമിലി കംസ് ഫസ്റ്റ് ഫോർ ഹെർ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചേച്ചി അടുത്ത് അങ്ങനെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ചേച്ചിക്ക് വീട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, അപ്പം കരിയർ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനെ വിപുലമായിട്ട് വേറൊരു ബിൽഡിങ്ങിലേക്കോ അങ്ങനെയൊന്നും ചേച്ചി പോകാത്തത് എന്നാണ് എനിക്ക് ഇതുവരെ ചേച്ചീനെ ഒബ്സർവ് ചെയ്തതെന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പാർലറിലേക്ക് പോകാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അവിടെ മിനിയാൻറ്റി ഓണത്തിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സെനോറീറ്റ എന്ന് പറഞ്ഞ ബൊട്ടീക്കാണ് മിനിയാൻറ്റിക്ക്. മിനിയാൻറ്റി കൊച്ചോപ്പയുടെ വൈഫാണ്. ഇൻ കേസ് ഇഫ് യു ആർ വാച്ചിങ് ദ വീഡിയോ ഫോർ ഫസ്റ്റ് ടൈം. അപ്പോൾ അവിടത്തേക്ക് ഓണത്തിൻ്റെ കളക്ഷൻ തുണി എടുക്കുന്നത് എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെയാണ്. അപ്പോൾ ഇത്തവണ മിനിയാൻറ്റി എറണാകുളത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞായറാഴ്ചത്തെ ഇറച്ചിക്കറി, അവിടെ ബീഫ് വാങ്ങിച്ചിരുന്നു. അതൊരുപാട് ബാക്കിയുണ്ട്. കണ്ണമോൻ അങ്ങനെ വീണ്ടും അത് കൊടുത്താൽ ചിലപ്പോൾ അവനും റിജക്റ്റ് ചെയ്യുമെന്നുള്ളത് കൊണ്ടാവണം അമ്മച്ചി ഒരു കിണ്ണിയിൽ കുറച്ച് ബീഫ് കറി തന്നു വിട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു കിണ്ണിയിലെ ബീഫ് കറി നമുക്ക് എല്ലാവർക്കും കൂടെ തികയത്തുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ചില കൃത്രിമമൊക്കെ കാണിക്കാനായിട്ട് കുറച്ച് പൊട്ടാറ്റോ, ഒരു 2-3 ചെറിയുള്ളി, ഒരു പച്ചമുളക്, മഞ്ഞൾപ്പൊടിയും കുരുമുളകും ലേശം വെള്ളം ഒഴിച്ച് കുക്കറിൽ വേഗം വെച്ചിട്ടുണ്ട്. ഹെയർ എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ കറി എക്സ്റ്റൻഷനാണ് എൻ്റെ പ്ലാൻ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇനിയിപ്പോൾ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ചപ്പാത്തിയാണല്ലോ. റെഡി ടു കുക്ക് ചപ്പാത്തി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതാക്കിയെടുക്കാനാണ് പ്ലാൻ. പ്ലസ് നമ്മുടെ ബീഫ് കറി എക്സ്റ്റെൻഡ് ചെയ്തത്. ഇന്നലെ ഹോം ടൂർ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. കാരണം സാധാരണ ഞാനൊരു ലോങ് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്താൽ മുക്കി എങ്ങനെയെങ്കിലും അത് 1K വ്യൂസ് എത്തിയെടുക്കുന്നത് ഒരു രാത്രി അല്ലെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകും. പക്ഷേ ഇന്നലത്തെ ഹോം ടൂർ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാർലറിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വ്യൂസ് എത്രയായെന്ന്. പെട്ടെന്ന് വ്യൂസ് കയറുന്നുണ്ടായിരുന്നു. യൂട്യൂബ് റെക്കമെൻഡേഷൻസ് ഒക്കെ അറൗണ്ട് 1.3K യൂട്യൂബ് റെക്കമെൻഡേഷൻസ് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ കൃതാർത്ഥയായി നിൽക്കുമായിരുന്നു ഇന്നലെ ഫുള്ള്. അപ്പോൾ നമുക്ക് ഇന്നിലേക്ക് വരാം. അതായത് മൺഡേ ആണല്ലോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിത് പോസ്റ്റ് ചെയ്യാറുന്നത് ഇടയ്ക്ക് ആ ഒരു ഹോം ടൂറും കൂടെ കയറി വന്നതുകൊണ്ടാണ് ഒരു ദിവസം ഗ്യാപ്പ് വന്നത്. നമ്മുടെ പൊട്ടാറ്റോ വെന്തു. അതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ആ ഉണ്ടായിരുന്ന ബീഫ് കറി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിക്ക് കറിയുമായി, ചാറിന് ചാറുമായി, ചപ്പാത്തിക്ക് എല്ലാവർക്കും തികയും ചെയ്യും. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊടികളായിട്ട് കുരുമുളക് പൊടിയും ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. ലേശം നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചത് ആ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നിലുവിനെ കൊണ്ടുപോകാനായിട്ട് പപ്പ എത്തി. ഇവർ അപ്പുറത്ത് എവിടെയോ ഇരുന്ന് വള്ളംകളിയും പരിപാടിയൊക്കെയാണ്. അപ്പോൾ അവനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പുറപ്പാടാണ്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല കേട്ടോ. പുട്ടപ്പാടെ കൂടെ പോകണമെന്നാണ് പറയുന്നത്. ഈ പുട്ടപ്പാന്ന് വിളിക്കുന്നതേ എൻ്റെ അപ്പൻ്റെ ഇടപ്പേര് പുട്ടെന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് കുക്കു നിലുവൊക്കെ പുട്ടപ്പാന്ന് വിളിക്കുന്നത്. ഇവിടെ പൊതുവേ എല്ലാവരും പറയുന്നത് നിലു ലില്യംചീനെ അപ്പനെയൊക്കെ കണക്കിരിക്കുന്നതെന്നാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ആലൻ്റെ ഈ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ പുട്ടുപൊടിയും എന്നാണ് ഇവരെ രണ്ടുപേരെയും വിളിക്കുന്നത്. കുക്കു സാറിനും പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കോമ്പസിഷൻ ഫുൾ എഴുതി കാണിക്കാതെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. ഓണമല്ല, ഇംഗ്ലീഷിലെ കോമ്പസിഷൻ മൈസെൽഫ് എഴുതാനുണ്ട്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ പുട്ടപ്പ വന്ന് വിളിക്കാം, കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കുക്കുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു ചപ്പാത്തി എത്തിയും ഞാൻ കഴിച്ചാലായി. കുക്കു കുറച്ചുകൂടെ ആലൻ്റെ പേരൻസിൻ്റെ സൈഡിലോട്ടാണ് അവന് ചായ്വ്. പുട്ടപ്പ ആയിട്ട് കമ്പനിയാണ്. പുട്ടപ്പ വിളിച്ചാൽ പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഡാരലും ഡെല്ല കഴിഞ്ഞിട്ടേ അവന് ബാക്കി ആരും ഉള്ളൂ. ഡാരലും ഡെല്ലയെന്ന് പറയുന്നത് ആലൻ്റെ സിസ്റ്ററിൻ്റെ പിള്ളേരാണ്. ഇന്നലെ ഞാൻ കുറച്ച് ബീൻസ് നടുക്കുന്ന് മുറിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കിനി അതൊന്ന് മെഴുക്ക് പുരട്ടിയെടുക്കാം. ഇതാണ് എൻ്റെ മെഴുക്ക് പുരട്ടി കേട്ടോ. ഞാൻ എപ്പോഴും പൊരിയൽ എന്ന് പറയുന്നത് ഞാനത് മെഴുക്ക് പുരട്ടി അല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ റെസിപ്പി മെഴുക്ക് പുരട്ടിയത് ഇങ്ങനെയാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട്, സവാളയാണെങ്കിൽ സവാള, അതിലേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്യും. എന്ത് വെജിറ്റബിളും മെഴുക്ക് പുരട്ടിയാലും ഞാൻ തക്കാളി ആഡ് ചെയ്യും. ഇനി ഇത് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിലാകുമ്പോഴത്തേക്ക് പൊടികളായിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും
മുളക് പൊടിയും മാത്രമേ ഇടാറുള്ളൂ. നിറം കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ നിറവും നല്ല ഡാർക്കായി തുടങ്ങും. അപ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് അല്ല ഇത്, മറ്റേ പയറാണ്. നല്ല കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള റൗണ്ട് പയറാണ്. അതും കൂടെ തട്ടിയിട്ട് കൊടുക്കാം. കുറച്ച് ഗ്രൗണ്ട് നട്ട്സ്, കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത് താളിക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ. പക്ഷേ ഇവിടുത്തെ കപ്പലണ്ടിയെല്ലാം തീർന്നു പോച്ചു. നമ്മൾ ഇന്നലെ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോൾ ലേശം ഉപ്പ് പുരട്ടിയാണ് വെച്ചിരുന്നത്. പക്ഷേ ആ ഉപ്പ് പോരാ, ഞാൻ പേരിന് വേണ്ടി ഇത്തിരി ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലേശം പൊടിയുപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, ഇതിന് ഇത്തിരി വേവുണ്ടല്ലോ അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അമ്മ അത് അപ്പുറത്ത് ക്ലീൻ ചെയ്യുമായിരുന്നു ഇത്ര നേരം. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതൊന്ന് വറുത്തെടുക്കാനായിട്ടുള്ള കൂട്ടാണിത്. ഒരു 5-6 ചെറിയുള്ളി, ഒരു പച്ചമുളക്, അത്രയേ ഉള്ളൂ കേട്ടോ പച്ചമുളക്, അര പച്ചമുളക്, ഒരു പച്ചമുളകൊക്കെ എടുക്കാം. കുറച്ച് വെളുത്തുള്ളി, ലേശം ഇഞ്ചി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു അര നാരങ്ങ പിഴിഞ്ഞ് നീരൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ അരപ്പ് ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പിട്ട്, കുറച്ച് ഉപ്പല്ല ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമ്മളിപ്പോൾ അരച്ച കൂട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതൊരു 10-20 മിനിറ്റ് ഇരിക്കണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റെൻഡ് ചെയ്ത കറിയും ചപ്പാത്തിയും ഒക്കെയാണ്. പപ്പേനെ ഈ പുട്ടെന്ന് വിളിക്കാൻ കാരണമേ, പണ്ട് ലില്ലിയമ്മച്ചിക്ക് ചായക്കടയായിരുന്നു. അവർ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തപ്പോൾ അമ്മച്ചി ഒരു ചായക്കടയിട്ടാണ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ചായക്കടയിൽ നമുക്ക് ഇവിടുന്ന് 3 മണിക്കൊക്കെ ആൾക്കാർ മരം തള്ളാൻ പോകും. മരം തള്ളാന്ന് പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോകുന്നതിന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ വന്ന് ചായ കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെ ഉണ്ടാക്കിയ കാശ് കൊണ്ടിട്ടാണ്, ആ ഒരു ചായക്കടയിലെ വരുമാനം മാത്രം കൊണ്ടിട്ടാണ് ലില്ലിയമ്മച്ചി ആ വീട് വെച്ചേക്കുന്നത്. അപ്പവും പുട്ടുമായിരുന്നു ചായക്കടയിലെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. അപ്പം പപ്പയ്ക്ക് എപ്പോഴും ഉച്ചയ്ക്ക് ലഞ്ചിന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പുട്ടും പയറും പപ്പടവും പുട്ടും കടലക്കറിയും ഒക്കെയാണ്. പിന്നെ പപ്പയ്ക്ക് പുട്ട് ഇഷ്ടമായതും കൊണ്ട് പുട്ടെന്ന് തന്നെ പപ്പയ്ക്ക് ഇടപ്പേരുമായി. എന്നെ പിന്നെ അരിപ്പുട്ടെന്നാണ് കേട്ടോ ഇവിടെ പലരും വിളിക്കുന്നത്. ഇപ്പോൾ നിലുവിനെ പുട്ടുപൊടി എന്ന് വിളിക്കും. കുക്കുവിനെ അത്രയ്ക്ക് അങ്ങോട്ട് പപ്പയുടെ കൂടെ കാണാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇതുവരെ കുക്കുവിന് വീഴാതിരുന്നത്. അപ്പോഴേക്ക് നമ്മുടെ ചോറ് വാർത്തിടാനായി. ചോറ് വാർത്തിട്ടു, മെഴുക്ക് പുരട്ടി റെഡിയായി. ചെമ്മീൻ ഇനി ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇടണം. അത് അമ്മ ചെയ്തോളും, അമ്മയുടെ ഉണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളും പിന്നെ ബാക്കി കിച്ചണിൽ അധികം പാത്രങ്ങളില്ലായിരുന്നു കഴുകാനായിട്ട്. ഒക്കെ ഒന്ന് കഴുകി ഒതുക്കിയിട്ട് ഞാൻ പാർലറിലേക്ക് പോകാൻ പോവാണ്. മീനു ചേച്ചിയുടെ വീട്ടിൻ്റെ മേളത്തെ നില തന്നെയാണ് പാർലറാക്കിയിട്ടേക്കുന്നത്. ഇവിടുന്ന് വളരെ അടുത്താണ്. ഹാർഡ്ലി ഒരു 3 മിനിറ്റ് പോലും വണ്ടി ഓടിക്കണ്ട. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് കെരാറ്റിൻ ബ്ലോ ഡ്രൈ ആണ്. അത് ഒരു ദിവസം ഫുൾ എന്തായാലും എടുക്കും. ഞാനൊരു 11 മണിക്ക് ചെല്ലാമെന്നാണ് പറഞ്ഞേക്കുന്നത്. 10:30 ചെല്ലാൻ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ 10:45 ആയിട്ടുണ്ട്. ഇത് കഴിയാനായിട്ട് ഒരു 5 മണി എന്തായാലും എടുക്കും. അപ്പോൾ എനിക്ക് വിശക്കും, അതുകൊണ്ട് ഞാൻ ലഞ്ചും കൂടെ കൊണ്ടുപോവുകയാണ്. ഒരു സ്പൂണും കൂടെ എടുത്താൽ എനിക്ക് അതിൻ്റെ ഇടയിൽ അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ലഞ്ചിന് ചോറും മെഴുക്ക് പുരട്ടിയും പിന്നെ ചെമ്മീൻ വറുത്തത് നന്നായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞിട്ടില്ല, പക്ഷേ എനിക്കിങ്ങനെയൊക്കെ ആയാലും കുഴപ്പമില്ല. പിന്നെ മോരിന് അമ്മ തന്നെ അരച്ച് കാച്ചിയായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കഴിക്കുന്ന സമയത്താണ് അമ്മ മോര് കാച്ചിയത്, അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. താളിക്കാൻ കറിവേപ്പില ഇല്ലാതിരുന്നത് കൊണ്ട് അമ്മ മുരിങ്ങയിലൊക്കെ ഇട്ട് താളിച്ച മോരാണ്. അങ്ങനെ ലഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പോവുകയാണ്. പോകുമ്പോഴും പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഓണം കോമ്പോസിഷൻ ഫുള്ള് പഠിക്കണം എന്ന്. പക്ഷേ തിരിച്ച് വന്നപ്പോഴും 3 ലൈനേ ഉള്ളൂ കേട്ടോ പഠിച്ചിട്ടുള്ളത്. ഓൾറെഡി പഠിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടുള്ള മടിയാണ്. അങ്ങനെ 10:45 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി. കുരിശടിയിൽ ഇപ്പോഴും പണിയൊക്കെ നടക്കുന്നുണ്ട്. പെയിൻ്റടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തോന്നുന്നു. 2-3 പണിക്കാർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഫോൺ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്. നിലു അമ്മയും കൂടെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പാർലറിലിരുന്നപ്പോഴാണ് കൊച്ചുപ്പ എനിക്ക് ഈ ഫോട്ടോസൊക്കെ അയച്ചു തരുന്നത്. ആ വന്ന പണിക്കാരുമായിട്ട് കമ്പനിയായിട്ട് കൊച്ചുപ്പയായിട്ട് അതിൻ്റെ മേളിലൊക്കെ കയറി. ഒരു പേടിയില്ലാത്തൊരു ചെറുക്കനാണ് അവിടെയൊക്കെ കയറി നിൽപ്പുണ്ടായിരുന്നു. അവനും ഉണ്ടായിരുന്നു പണിക്കുന്ന്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യം ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിലൊക്കെ ഞാൻ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും കേട്ടോ. ചാരി കിടന്ന് തല അങ്ങോട്ട് സിങ്കിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മസാജ് ചെയ്ത് ചേച്ചി വാഷൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കെന്തോ നല്ല രസമാണ് കിടന്നുറങ്ങാൻ. ഹെയർ ആദ്യമേ തന്നെ നല്ലപോലെ വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്യും. ഇതിൻ്റെ വളരെ ഡീറ്റെയിലിങ് ഞാൻ ചെയ്യത്തില്ല കേട്ടോ. കാരണം ഈ മജീഷ്യൻസിൻ്റെ സീക്രട്സ് അങ്ങനെ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പാടില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാജിക്ക് തന്നെയാണ്. കാരണം ഞാൻ ഒരുപാട് പേര് സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ഒക്കെ ചെയ്തിട്ട് മുടി മുഴുവൻ പോയി ഇപ്പം എന്താ പറയുന്നത് ഹെഡ് കാണുന്നത് വരെ ഉള്ള രീതിയിൽ മുടി കൊഴിയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ വന്ന് ചെയ്തിട്ട് ഇതിൻ്റെ പേരിൽ എനിക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെറ്റ് ഓഫ് ക്രീം അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണിത്. ഒത്തിരി സമയം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്.
പിന്നെ ഇത് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരുങ്ങി ഇറങ്ങുവാണെങ്കിൽ ആദ്യം തന്നെ ആലോചിക്കുക, നമ്മൾ തലയിൽ ഇനി എണ്ണ ഇടാനേ പാടില്ല. ഇത് തല അനങ്ങാതെ വേണം കേട്ടോ കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ അതാണ് അങ്ങനെ ഒരു ഷേപ്പ് കഴിക്കുന്ന വായൊക്കെ ഞാൻ പതുക്കെ കോടിച്ചൊക്കെ തുറന്നിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. പിന്നെ ഈ ഒരു ക്രീം വാഷ് ചെയ്താൽ പിന്നെ അടുത്ത സെറ്റ് ഓഫ് ക്രീം വേറെ ഇടും. ഇതൊക്കെ ഒരു 40 മിനിറ്റ്സൊക്കെ ഇരിക്കേണ്ട സംഭവങ്ങളൊക്കെയാണ് കേട്ടോ, ഓരോ ക്രീമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ വീണ്ടും ഉള്ള ബ്ലോ ഡ്രൈ, പിന്നെ ഒരു ഡീപ്പ് കണ്ടീഷനിങ്, അങ്ങനെ വീണ്ടും ഒരു 4-5 സ്റ്റെപ്സ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുടിയൊന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഹെയർ കട്ടും കൂടി ചെയ്യുവാണ്. ഓയിലിംഗ് ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ ഒരു 10th കഴിഞ്ഞ് +1 ആയപ്പോഴേക്ക് എൻ്റെ മുഖത്തൊക്കെ ഇഷ്ടംപോലെ മുഖക്കുരുക്കൾ വന്നു. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അത് പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഫൈനലി തലയിൽ എണ്ണ തേക്കുന്നത് നിർത്തിയപ്പോഴാണ് എൻ്റെ സ്കിന്നും ബെറ്റർ ആയത്, എൻ്റെ മുടി കൊഴിച്ചിലും നിന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ടില്ല. ഞാൻ ഒരു ഓയിലും തലയിൽ അപ്ലൈ ചെയ്യത്തുമില്ല. അങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് കുരിശുമൂട്ടിലേക്ക് എത്തി. അവിടെ ലൈറ്റ് സെറ്റിങ്ങിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ബുധനാഴ്ച നൊവേന തുടക്കമാണ്. 9 ദിവസത്തെ നൊവേന ഉണ്ടാവും. അത് കഴിഞ്ഞ് വരുന്ന ദിവസം കൊടിയേറ്റം, അതിനടുത്ത ദിവസം പ്രദക്ഷിണം, അതിനടുത്ത ദിവസം പെരുന്നാൾ. അപ്പോൾ 9 ദിവസത്തെ നൊവേന ഈ വരുന്ന ബുധനാഴ്ച തുടങ്ങും. ഇന്നത്തെ സൺസെറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ വന്നപ്പോഴേക്ക് അമ്മ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു കട്ടനൊക്കെ കുടിച്ചിട്ട് അലൻ താന്നിന്ന് വരുമ്പോൾ കൊടുക്കാനായിട്ട് മുട്ട പുഴുങ്ങി വെച്ചു. ഓട്സ് കാച്ചാൻ ഇനി എനിക്ക് സമയമില്ല. ഇത് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇജോപ്പീനെ കൊണ്ട് എടുപ്പിച്ചതാണ്. ഇജോ ബബിയാൻ്റിയുടെ ഇളയ മോനാണ് കേട്ടോ. ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സ്പോൺസേഴ്സിനെ കാണാൻ പോകണം. പ്രിൻസ് ജ്വല്ലറിയിൽ ഒന്ന് പോകണം. അവർ നമുക്ക് എപ്പോഴും വലിയൊരു ആർച്ച് സ്പോൺസർ ചെയ്യും. ആർച്ച് ഞാൻ കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനും ബബിയാൻ്റെയും കൂടെ ഒരു സ്പോൺസറെയൊക്കെ പോയി കണ്ടിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ജ്വല്ലറിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്ക് നമ്മുടെ കടപ്പുറത്ത് ഞാൻ നേരത്തെ സൺസെറ്റ് കാണിച്ച അതേ സീ വോളാണിത്, പുലിമുട്ടാണിത്. അവിടെയാണ് ഈ മാതാവിനെ വെച്ചിരിക്കുന്നത്. കുരിശിടിയിലെയും ലൈറ്റ്സൊക്കെ തെളിഞ്ഞു. പുതിയ നീല ലൈറ്റൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. ഇതിന് മുമ്പ് ഇത് വോം ലൈറ്റ് ആയിരുന്നു. പിന്നെ മാമിയുടെ വക ഓരോ കരിപ്പട്ടി കാപ്പി ഉണ്ടായിരുന്നു, അത് കുടിച്ചു. ഇനി ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുണ്ട്. ഇന്ന് വൈകുന്നേരം എന്നെ തിരക്കി ഒരു ഗിഫ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് നിക്സൺ എന്നാണ് പേര്. FBയിലാണ് വീഡിയോസ് കാണുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് അലനെ കണ്ട് സംസാരിച്ചിട്ട് ഈ ഗിഫ്റ്റും കൊടുത്തിട്ട് പോയി. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിന്നില്ല. ഇത് നാളത്തെ വീഡിയോയിലേക്ക് ആക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നു. ഞങ്ങൾ ജ്വല്ലറിയിൽ പോയിട്ട് വന്നപ്പോൾ പുതിയ കുറച്ച് ഫ്ലവേഴ്സസ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അതൊക്കെ കൊണ്ടുവച്ച് കുരിശടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുന്നത് ബുധനാഴ്ചയാണ്. ഇപ്പോൾ കുരിശടിയിൽ ഇതേ പാട്ടിട്ടിട്ടുണ്ട്. ഓഡിയോയുടെ ഇടയിൽ പാട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്കിനി വൈകിട്ടും ഒരുപാട് തിരക്കുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിനിടയിൽ ഈ ഓഡിയോ ആഡ് ചെയ്യുകയാണ്. ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ബൊക്കെ, സെലീൻ പേരമ്മ എന്ന് പറഞ്ഞിട്ടൊരു പേരമ്മയുണ്ട് ഞങ്ങൾക്ക്. പുള്ളിക്കാരത്തി മരിച്ചുപോയി. സെലീൻ വല്യമ്മച്ചി എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത്. വല്യമ്മച്ചിയുടെ ഒരു ആഗ്രഹമാണ് ഇവിടെ ഇങ്ങനെ 2 ബൊക്കെ തൂണിൽ വെക്കണം എന്ന്. അതപ്പോൾ വല്യമ്മച്ചിയുടെ മോള് ഗീതാൻ്റി തന്നെയാണ് എല്ലാ വർഷവും ചെയ്തു തരുന്നത്. അതിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനും ബബിയാൻ്റെയും കൂടെ പിടിപ്പിച്ചു. ഈ പോർഷൻ്റെയൊക്കെ വീഡിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് സേറമോളാണ്. കൊച്ചിന് ഇത്തിരി ഷേക്കൊക്കെ വന്നുപോയി. അപ്പോൾ ഇതാണ് കുരിശടിയുടെ ഒരു ഫൈനൽ ലുക്ക്. ഇന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഓഡിയോയുടെയൊക്കെ വോളിയം ഇനി 200 ആക്കി പോസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഇന്നത്തെ പിരിവിനൊക്കെ ആയിട്ട് ഇറങ്ങാൻ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്കിനി നാളെ കാണാം. ബൈ.